بسم الله الرحمن الرحيم. إن الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ومولانا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على سيدنا ومولانا محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. اللهم سلم على سيدنا ومولانا محمد وعلى آل محمد كما سلمت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أما بعد، وعن بهز بن حكيم عن أبيه عن جده أنه سمع رسول الله صلى الله عليه وسلم يقول في قوله تعالى: كنتم خير أمة أخرجت للناس، قال أنتم تتمون 70 أمة، أنتم خيرها وأكرمها على الله تعالى. رواه الترمذي وابن ماجه والدارمي، وقال الترمذي هذا الحديث حسن. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ സമ്പൂർണ്ണമായ നിലയിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. അവസാന ശ്വാസം വരെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുകളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ജീവിച്ചിരിക്കുന്ന നമ്മളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഇണകൾ, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, ഖിയാമത്ത് നാൾ വരെയുള്ള പരമ്പരകൾ, നമ്മളുടെ സഹായികൾ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവർ, നമ്മളുടെ കുടുംബങ്ങൾ മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
പരിശുദ്ധമായ ദീനും ദീനിൻ്റെ ഇൽമും നമ്മൾ വരെ വന്നെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾ, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, സഹാബാക്കൾ, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, മുഹദ്ദിസുകൾ, മുഫസ്സിറുകൾ, ഫുഖഹാക്കൾ, സൂഫിയാക്കൾ, മുജദ്ദിദുകൾ, മശായിഖന്മാർ, ഉസ്താദന്മാർ, നമ്മളുടെ മാതാപിതാക്കൾ, ഇൽമിൻ്റെ വഴിയിൽ സഹായികളായവർ, മുഴുവൻ ആളുകൾക്കും നമ്മളുടെ ഭാഗത്തു നിന്നും ഉമ്മത്തിൻ്റെ ഭാഗത്തു നിന്നും ജസായ ഖൈർ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓതുന്ന കിതാബിൻ്റെ പേര് നമുക്കറിയാം. തുടക്കത്തിൽ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടാവും. മിഷ്കാത്തുൽ മസാബീഹ് എന്നാണ്. മിഷ്കാത്തുൽ മസാബീഹ് മിസ്ബാഹിൻ്റെ ബഹുവചനമാണ് മസാബീഹ്. വിളക്ക്, വിളക്കുകൾ. പരിശുദ്ധമായ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തങ്ങളുടെ മൗന സമ്മതങ്ങളുമൊക്കെ ആയിട്ടുള്ള ഹദീസുകളും പ്രകാശമാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകാശമാണ്. അതാണ് മിസ്ബാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ. പരിശുദ്ധമായ ഖുർആൻ എപ്രകാരം വഹിയാണ്, അതേ നിലയിൽ തന്നെ വഹിയാണ് ഹദീസുകളും. വഹികൾ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് അൽ വഹിയിൽ മത്ലൂബ്, പാരായണം ചെയ്യപ്പെടുന്ന, ഓതപ്പെടുന്ന വഹി. അതാണ് പരിശുദ്ധമായ ഖുർആൻ. രണ്ടാമത്തത് വഹിയുൻ ഗൈറു മത്ലൂബിൻ, ഓതപ്പെടാത്തതായ വഹി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ. എപ്രകാരം വഹിയെ മത്ലൂബിനെ നിഷേധിച്ചാൽ കാഫിറാകുമോ, അതുപോലെ തന്നെ ഗൈറു മത്ലൂബായ വഹി അഥവാ ഹദീസുകളെ നിഷേധിക്കുന്നവനും കാഫിറാണ്. വർത്തമാന കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മാത്രം മതിയെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ അത് പവിത്രമായ നിലയിൽ ഖുർആൻ പോലെ കാത്തു സൂക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും വാദമുയർത്തുകയും പരിശുദ്ധമായ ഇസ്ലാമിനെ വികലമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, എപ്രകാരം പരിശുദ്ധമായ ഖുർആൻ ശരീഫ് വഹിയാണോ അതേപോലെ തന്നെ വഹിയാണ് പരിശുദ്ധമായ ഹദീസുകളും. വമാ യന്തിഖു അനിൽ ഹവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, വമാ യന്തിഖു അനിൽ ഹവ. ഉറക്കത്തിലും ഉണർച്ചയിലും ദേഷ്യത്തിലും സന്തോഷത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും പകലും രാത്രിയും ഒരു നിലയ്ക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്നും ഇച്ഛയെ താല്പര്യത്തെ മുൻനിർത്തിയുള്ള സംസാരം ഉണ്ടാവുകയില്ല. വമാ യന്തിഖു അനിൽ ഹവ.
ഇച്ഛകൾക്ക്, താല്പര്യങ്ങൾക്ക്, നഫ്സിന്, പിശാചിന് വശംവദരായിക്കൊണ്ടുള്ള സംസാരം, നാവിൽ നിന്നുമുള്ള കലാമുകൾ, സംസാരങ്ങൾ ഒരിക്കലും തങ്ങളിൽ നിന്നും ഉണ്ടാവുകയില്ല. വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹ. ആ നാവിൽ നിന്നും, പരിശുദ്ധമായ മുബാറക്കായ തിരുനാവിൽ നിന്നും എന്ത് പുറത്തേക്ക് വരുന്നോ, ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും സന്ദേശമായി നൽകപ്പെടുന്ന, ബോധനങ്ങളായി നൽകപ്പെടുന്ന ആശയങ്ങളല്ലാതെ, യാഥാർത്ഥ്യങ്ങളല്ലാതെ ആ നാവിൽ നിന്നും ഒന്നും പുറത്തേക്ക് വരികയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ നിഷേധിക്കുന്നവൻ പരിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്നവനാണ്. പരിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്നവൻ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്നും പുറത്താണ്. അത് ഏത് കുടുംബത്തിൽ ജനിച്ചാലും, ഏത് പാരമ്പര്യമുള്ളവരാണെങ്കിലും, എത്രയെല്ലാം വാക്കുകൾ കൊണ്ട് കസറത്ത് നടത്തുന്നവരാണെങ്കിലും ശരി, പരിശുദ്ധമായ ഖുർആനിൻ്റെ ഭാഷയിൽ ഇസ്ലാമിൻ്റെ പുറത്തു പോയവനാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. വീണ്ടും അള്ളാഹു പറയുകയാണ്, നൂറുകണക്കിന് തെളിവുകൾ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എപ്രകാരം ഖിയാമത്ത് നാൾ വരെ സംരക്ഷണ ചുമതല അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുകയാണോ, അതേ നിലയിൽ തന്നെ പരിശുദ്ധമായ ഹദീസുകളുടെയും സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ഈ ആയത്തിൽ അല്ലാഹു തആല സമർത്ഥിച്ചിരിക്കുന്ന സമർത്ഥനങ്ങളെ വിശദമായ നിലയിൽ പ്രതിപാദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. ആലിമത്തുകളായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം നഹ്വും സർഫും ബദിയും മആനിയും ബലാഗത്തുമൊക്കെ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ സുമ്മ ഇന്ന അലൈന ബയാന. ഹദീസുകളില്ലാതെ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഹദീസുകളില്ലാതെ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുകയില്ല. നമസ്കരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെ നമസ്കരിക്കും? പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് നമസ്കരിച്ചാൽ ആ നമസ്കാരം എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ നോമ്പ് പിടിക്കണമെന്നും ഹജ്ജ് ചെയ്യണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രം നമുക്കിത് അമലി രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഖുദൂ അന്നീ മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജുകൾ എന്നിൽ നിന്നുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് എന്നിൽ നിന്നുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളാണ്. അതുകൊണ്ട് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കാലങ്ങൾ മുമ്പോട്ട് പോകുന്തോറും ഹദീസിൻ്റെ നിഷേധം വർദ്ധിച്ചു വരും. അതിനുവേണ്ടി ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള ഇമാമിയങ്ങളെ കുറ്റം പറയുകയും ചീത്ത പറയുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഹദീസുകൾ തള്ളാൻ വേണ്ടി മഹാന്മാരായ സഹാബാക്കളെ തേജോവധം ചെയ്യുന്ന, അവരെ കുറ്റം പറയുന്ന ഒരു പ്രവണത ഇനി ഉമ്മത്തിൽ വളർന്നു വരും. അതുകൊണ്ടാണ് അള്ളാഹു സഹാബാക്കളുടെ മഹത്വം പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ തന്നെ വളരെ വ്യക്തമായ നിലയിൽ സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നത്. റളിയല്ലാഹു അൻഹും വറളു അൻഹു ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. സഹാബാക്കളെ സംബന്ധിച്ച് ധാരാളമായി
വളരെ വ്യക്തമായ നിലയിൽ പറയുന്നതിനോടൊപ്പം ഒരു ചില സഹാബാക്കളുടെ പറ്റി പേരുകളെടുത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടില്ലെങ്കിലും വ്യംഗ്യമായ നിലയിൽ ഇതുകൊണ്ട് ഈ ആയത്തുകൊണ്ട് ഇന്ന സഹാബിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കുന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഉതകുന്ന തലത്തിൽ ധാരാളമായി അല്ലാഹു തആല പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസ് നിഷേധം ഖുർആൻ നിഷേധമാണ്. ഖുർആൻ നിഷേധം റിദ്ദത്താണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ മാത്രമല്ല ഖുർആൻ ഷരീഫിലും ബുദ്ധിക്ക് യോജിക്കാത്ത ധാരാളം കാര്യങ്ങൾ ഒറ്റനോട്ടത്തിൽ കാണാൻ കഴിയും. പക്ഷേ പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തുകളും അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അത് ബൗദ്ധികമാണ്, താത്വികമാണ്, ശാസ്ത്രീയമാണ്. ഇത് നമുക്ക് ബുദ്ധിപരമായ നിലയിൽ തന്നെ തെളിയിക്കാൻ പറ്റും. അതിൽ അപകടങ്ങളില്ല, അപാകതകളില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളെ എപ്രകാരം സഹാബാക്കൾ ഉൾക്കൊണ്ടിരുന്നു അതുപോലെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക, നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. മഹാന്മാരായ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളെ അവരെപ്രകാരമായിരുന്നു കണ്ടത്. ഒന്ന് രണ്ട് സംഭവങ്ങളിലൂടെ അത് നമുക്ക് മനസ്സിലാകും. ഒരു സംഭവം മക്ക ഫതഹിൻ്റെ സംഭവമാണ്. മക്ക ഫതഹാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തുറന്ന് അകത്ത് കടന്ന് കഅബയുടെ ഉള്ളിൽ കടന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു. പക്ഷേ കഅബയുടെ താക്കോൽ ഉണ്ടായിരുന്നത് ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് പറയുന്ന ആ സഹാബിയുടെ അടുക്കലായിരുന്നു. അന്ന് അദ്ദേഹം മക്ക ഫതഹിൽ മുസ്ലിമായിട്ടുണ്ട്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു തൽഹയിൽ നിന്നും താക്കോൽ വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു പോയി താക്കോൽ ആവശ്യപ്പെട്ടു. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ മാതാവ് മുസ്ലിമായിരുന്നില്ല. ഒരു കാരണവശാലും മുഹമ്മദിന് താക്കോൽ കൊടുക്കാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മകനോട് നിർദ്ദേശിക്കുകയും ഉമ്മയുടെ ഗൗരവത്തിലുള്ള നിർദ്ദേശം പാലിച്ചുകൊണ്ട് താക്കോൽ തരില്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാതായി കുറേ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ പന്തി കയറണമെന്ന് മനസ്സിലാക്കി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ താക്കോൽ വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു. താക്കോൽ വാങ്ങുകയാൽ മാത്രമല്ല ഉസ്മാൻ ഇബ്നു തൽഹയും കൂട്ടി ഇങ്ങോട്ട് വരണം, അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ താക്കോൽ വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പരിചയമുണ്ടായിരുന്ന ആ മാതാവ് താക്കോൽ കൊടുക്കാൻ വേണ്ടി മകനോട് പറയുകയും ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു തആല അൻഹു താക്കോൽ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ ബിലാലിൻ്റെ കയ്യിൽ കൊടുക്കാത്ത താക്കോലുമായി നിങ്ങൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരണം, താക്കോൽ മാത്രമല്ല നിങ്ങളെയും കൂടി കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുകയും അനുസരണയുള്ള ഒരു കൊച്ചുകുട്ടിയെ പോലെ ആ ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ അടുക്കൽ നീ താക്കോൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങുകയും ചെയ്തു. കഅബയുടെ താക്കോൽ വാങ്ങി. കഅബ തുറന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ ഉള്ളിൽ കയറി ആവോളം അള്ളാഹുവിന് വേണ്ടി സാഷ്ടാംഗം ചെയ്തു, നമസ്കരിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു, പുറത്തിറങ്ങുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗത്ഭന്മാരായ സഹാബാക്കൾ കാത്തു നിൽക്കുകയാണ്. ഈ താക്കോൽ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കും, ഈ താക്കോൽ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഐന ഉസ്മാൻ ഇബ്നു തൽഹ, ഉസ്മാൻ ഇബ്നു തൽഹ എവിടെ? ഉസ്മാൻ ഇബ്നു തൽഹ തിരിച്ചുപോയി വീട്ടിലേക്ക്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം ഏൽപ്പിച്ച താക്കോൽ തിരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. ഇന്നും 1400 വർഷങ്ങൾക്കിപ്പുറവും ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പരമ്പരകളുടെ കയ്യിലാണ് താക്കോൽ. അബ്ബാസിയാക്കൾ, അമവിയാക്കൾ, പല നിലയിലുള്ള ഭരണകർത്താക്കൾ, പ്രഗത്ഭന്മാർ, പ്രശസ്തന്മാരൊക്കെ വന്നെങ്കിലും താക്കോലിൻ്റെ സൂക്ഷിപ്പ് ആ കുടുംബത്തിൻ്റെ കയ്യിലാണ്. കഅബ ഉള്ളിടത്തോളം ഖിയാമത്ത് നാൾ വരെ ആ താക്കോൽ ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുടുംബത്തിൻ്റെ കയ്യിലായിരിക്കും. അദ്ദേഹം താക്കോൽ വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് നീ കരയുന്നത്? കരയാൻ എന്താണ് കാരണം? താക്കോൽ നിൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു, ഒരു കാലമുണ്ടായിരുന്നു, ആ കാലഘട്ടത്തിൽ
ഈ കഅബയുടെ ഉള്ളിൽ പ്രവേശിക്കാൻ വേണ്ടി അങ്ങ് താക്കോൽ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഞാൻ അങ്ങക്ക് താക്കോൽ തന്നില്ല. അന്ന് അങ്ങ് പറഞ്ഞിരുന്നു, ഒരു ദിവസം വരും, നിൻ്റെ കരങ്ങൾ കൊണ്ട് ആ താക്കോൽ എൻ്റെ കയ്യിൽ തരും. അങ്ങനെയുള്ളൊരു കാലം വരുമായിരുന്നു. പക്ഷെ ആ കാലം വരുന്നത് കാത്തു നിൽക്കാതെ അന്ന് അങ്ങക്ക് താക്കോൽ നൽകാനും മുസ്ലിമാകാനും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടമാണ് എന്നെ കരയിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അത്ര ഉറപ്പായിരുന്നു സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം. മക്കയിൽ താമസിക്കാൻ കഴിയാതെ മദീനയിലേക്ക് ഓടിപ്പോകേണ്ടുന്ന സാഹചര്യത്തിൽ തിരിച്ച് മക്കയിൽ വരികയും താക്കോൽ സൂക്ഷിപ്പുകാരൻ്റെ കരത്തിൽ നിന്നും ഈ താക്കോൽ എൻ്റെ കയ്യിൽ കിട്ടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചതുപോലെ സഹാബാക്കളും ഉറച്ചു വിശ്വസിക്കുകയുണ്ടായി. ഈ ഒരു വിശ്വാസം നമുക്കുമുണ്ടെങ്കിൽ മാത്രമേ അവരെപ്പോലെ നമുക്ക് വിജയിക്കാൻ കഴിയൂ എന്ന് ഈ സംഭവം ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ വിളിച്ചോതുകയാണ്. രണ്ടാമത് അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പ്രത്യേകമായ ചില സാഹചര്യത്തിൽ അദ്ദേഹം സഹാബാക്കളിൽ നിന്നും ഒറ്റപ്പെട്ട് വിജനമായ ഒരു പ്രദേശത്ത് താമസിക്കേണ്ടി വന്നു. വളരെ പ്രായമുള്ള സഹാബിയായിരുന്നു. അദ്ദേഹം വഫാത്താകാൻ പോകുമ്പോൾ ഭാര്യ കരയാൻ തുടങ്ങി. ഭാര്യയോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞു, കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ വഫാത്താകും, മരണത്തിൻ്റെ ലക്ഷണമെല്ലാം കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കുളിപ്പിക്കാനോ കഫം പൊതിയാനോ ദഫൻ ചെയ്യാനോ ഒന്നും ഇവിടെ ഒരു നിലയിലുള്ള സാഹചര്യങ്ങൾ ഞാൻ കാണുന്നില്ല. എന്ത് ചെയ്യുമെന്നോർത്ത് ഞാൻ കരയുകയാണ്. ആ ഭാര്യയോട് അബൂദർ അൽ ഗഫാർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിൽ നീ വിഷമിക്കണ്ട. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അബൂദർ അൽ ഗഫാർ, നീ മരണപ്പെടുന്നത് വിജനമായ പ്രദേശത്തായിരിക്കും. പക്ഷേ നിന്നെ കുളിപ്പിക്കാനും കഫം പൊതിയാനും ദഫൻ ചെയ്യാനും ഒരു സംഘം നിൻ്റെ അടുക്കലെത്തും. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഈ നിലയിൽ തജ്ഹീദ് ചെയ്യാനുള്ള അവസ്ഥ അത് ഒരു സംഘം ആളുകൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. താമസമിന് അദ്ദേഹം വഫാത്തായി കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ട് കേട്ടു. ആരാണെന്ന് ചോദിച്ചു. അബ്ദുല്ലാഹിബിൻ മസൂദ് ആണെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു തആല അൻഹു സംഘവും ഇറാഖിൽ നിന്ന് വരികയാണ്. അങ്ങനെ വന്ന് അദ്ദേഹത്തിൻ്റെ വാതിലിൽ മുട്ടുകയാണ്. എന്തിന്? അബൂദർ അൽ ഗഫാർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്, പഴയ സ്നേഹിതനാണ്, സുഹൃത്താണ്, അദ്ദേഹത്തെ കണ്ടിട്ട് പോകാമെന്നുള്ള നിലയിലാണ് മുട്ടുന്നത്. അപ്പോൾ ചോദിച്ചു, അബൂദർ അൽ ഗഫാറിൻ്റെ വീടല്ലേ ഇത്? അകത്ത് നിന്ന് ആ സ്ത്രീ പറഞ്ഞു, അതെ. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം വഫാത്തായിരിക്കുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ ഉള്ളിലേക്ക് മാറി നിൽക്കുക, ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിക്കാം, അദ്ദേഹത്തെ കഫം പൊതിയാം, അദ്ദേഹത്തെ ഞങ്ങൾ ദഫൻ ചെയ്യാം. അതുകൊണ്ട് ബഹുമാനികളെ, പ്രത്യേകിച്ചും സഹോദരിമാർ, മിഷ്കാത്ത് ഷരീഫിൻ്റെ ഹദീസുകൾ ഓതി അതിൻ്റെ അവസാനം പൂർത്തിയാക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നവർ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സഹാബാക്കൾ ഹദീസുകൾ എത്രത്തോളം മുറുകെ പിടിച്ചോ അതുപോലെ നമ്മൾ മുറുകെ പിടിക്കണം. അതാണ് ഇതിൻ്റെ സന്ദേശം. മിഷ്കാത്തുൽ മസാബീഹ് വെളിച്ചങ്ങളാണ്. ഏതാണ്ട് 5000-ൽ ചില്ലുവാനം 6000-നടുത്ത ഹദീസാണ് മിഷ്കാത്ത് ഷരീഫിലുള്ളത്. കിതാബുൽ ഈമാൻ മുതൽ നമ്മൾ ഓതിക്കൊണ്ടിരുന്നത്. ഈ ഹദീസുകളിൽ ഓരോ ഹദീസും സൂര്യനേക്കാൾ പ്രകാശമുള്ള പ്രകാശം പരത്തുന്ന വസ്തുവാണ്. സൂര്യനേക്കാൾ പ്രകാശമുള്ളതാണ്. അതുകൊണ്ട് ഈ ഓരോ ഹദീസുകളും അതിൻ്റെ മിഷ്കാത്തുകളായി നമ്മൾ മാറണം. അഥവാ നമുക്കറിയാം, വെളിച്ചത്തിന് ആ വെളിച്ചം തരുന്ന തിരിക്ക് സ്വയം നിലനിൽക്കാൻ കഴിയില്ല. ഒന്നുകിൽ അതിന് മെഴുകു വേണം, അല്ലെങ്കിൽ അതിന് സ്റ്റാൻഡ് വേണം. പഴയ കാലത്തൊക്കെ ചില പൊത്തുകളിലാണ് വിളക്കുകൾ വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പൊത്തുകൾക്കാണ് മിഷ്കാത്ത് എന്ന് പറയുക. ഈ പൊത്താരാകണം നമ്മളുടെ ഹൃദയങ്ങളാവണം. മസാബീഹിലെ മുഴുവൻ ഹദീസുകളും
നമ്മളുടെ ഹൃദയങ്ങളിൽ നമ്മൾ സൂക്ഷിച്ച് അതിൻ്റെ പ്രകാശം നമ്മളുടെ അവയവങ്ങളിലൂടെ പരന്നാൽ, അവയവങ്ങളുടെ പ്രകടമായാൽ, അഥവാ ഈ ഹദീസുകൾ മുഴുവൻ നമ്മൾ അമലുകളായി മാറിയാൽ, തീർച്ചയായും ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആന്റെ വിശദീകരണമാണ് ഹദീസുകൾ. ഹദീസുകളുടെ അമലുകളിലൂടെ ഖുർആന്റെ അമലുകൾ നമ്മൾ വരും. ഖുർആന്റെ അമലിലൂടെ ഈ ഖുർആനെയും ഹദീസുകളെയും അല്ലാഹു തആല സംരക്ഷിക്കുന്നത് പോലെ ഈ സമൂഹത്തിലെ ആണിനെയും പെണ്ണിനെയും അല്ലാഹു തആല സംരക്ഷിക്കും. ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളെ പുറന്തള്ളിക്കൊണ്ട് നമ്മളുടെ ഇച്ഛകളെ പിൻപറ്റാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണവും അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധവും എടുത്തു മാറ്റപ്പെട്ടതിൻ്റെ പേരിലാണ് ഇന്ന് ഈ നിലയിലുള്ള നിന്ദ്യതകൾ, നിസ്സാരതകൾ നമ്മളിൽ ആവഹിക്കാൻ കാരണമായിത്തീരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വെളിച്ചങ്ങളില്ലെങ്കിൽ പിന്നെ ഇരുളുകളാണ്. നിങ്ങളെ ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അയച്ചത്. ആ ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് തങ്ങൾ നയിക്കുകയും 100% പ്രകാശം സഹാബാക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ സഹാബാക്കൾ ഏറ്റെടുത്തു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകാശങ്ങൾ അമലുകളായി രൂപാന്തരപ്പെടണം. ഇൽമിനെ നമ്മൾ ചോദിക്കണം. റബ്ബി സിദ്നി ഇൽമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടുതലായി ആവശ്യപ്പെടാൻ പറഞ്ഞത്, കൂട്ടിത്തരാൻ ആവശ്യപ്പെടാൻ പറഞ്ഞത് ഇൽമല്ലാതെ മറ്റൊന്നുമല്ല. റബ്ബി സിദ്നി ഇൽമ, നമ്മളും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചോദിക്കുമ്പോഴും നമ്മൾ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, നാഫിയ ഇൽമിനെ ചോദിക്കണം. നുക്കൂശകൾ, അൽഫാദുകൾ, വാക്കുകൾ, പദങ്ങൾ, അതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. മറിച്ച് അതിൻ്റെ നൂറാണ്. വാക്കുകളും അർത്ഥങ്ങളും പ്രവേശിക്കുന്നത് നമ്മളുടെ തലയിലാണ്. പക്ഷേ ഇൽമിൻ്റെ പ്രകാശം പ്രവേശിക്കുന്നത് നമ്മളുടെ ഹൃദയങ്ങളിലാണ്. അതുകൊണ്ട് ഇൽമ് കരസ്ഥമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്താണ്? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ കരുണയാൽ നമ്മളെ പഠിപ്പിച്ചു. എന്താണ് ഇൽമ് കരസ്ഥമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി? ഇൽമ് കരസ്ഥമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി കിതാബിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ, ഉസ്താദന്മാരിൽ നമ്മൾ മനസ്സിലാക്കിയ ആ ഇൽമുകളെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ, പൂർണ്ണമായ നിലയിൽ പകർത്തിയാൽ, അള്ളാഹുവിൻ്റെ വഹബിയായ, അള്ളാഹുവിൻ്റെ ലദുന്നിയായ ഇൽമു നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് അമലില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വാചക കസ്രത്തുകളാണ്. അതുകൊണ്ട് ഹാമീമിൻ്റെ സന്തതികൾ ലോകത്തിന് മാതൃകയാകണം. എങ്ങനെ? പരിശുദ്ധമായ ഇൽമിനെ അമലാക്കി മാറ്റിക്കൊണ്ട് അത് നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മളുടെ കുടുംബ ജീവിതത്തിൽ, നമ്മളുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മളുടെ മുഴുവൻ മേഖലകളിലും നമ്മൾ പഠിച്ച ഇൽമ് അമലായി മാറണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും മൻ അമില ബിമാ അലിമ, അറിയുന്ന കാര്യങ്ങളനുസരിച്ച് അമൽ ചെയ്താൽ, അറിയാവുന്ന കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിൽ പകർത്തിയാൽ, വറസഹുല്ലാഹു മാലം യഅലം, എപ്രകാരം അത് പിതാവ് മരിച്ചാൽ, അനന്തരാവകാശികളിൽ ആരെങ്കിലും മരിച്ചാൽ അവൻ്റെ അനന്തരസ്വത്ത് ഇവർക്ക് എപ്രകാരം കരസ്ഥമാകൽ നിർബന്ധമാണോ, നിർബന്ധമായും കരസ്ഥമാകുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ലദുന്നിയായ ഇൽമുകൾ നൽകും. വമൻ യൂതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഇൽമിൻ്റെയും മുകളിലാണ്, ഒരു വിശദീകരണത്തിൻ്റെ സമയമല്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മിഷ്കാത്തിൽ നമ്മൾ പഠിച്ച മുഴുവൻ മസാബീഹികളെയും നമ്മളുടെ നെഞ്ചിലേറ്റി അമലി രൂപത്തിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാകണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വറസഹുല്ലാഹു മാലം യഅലം, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ലദുന്നിയായ ഇൽമുകൾ അള്ളാഹു തആല നൽകും. അത് ശരീഅത്തിൻ്റെ ഇൽമുകൾ മാത്രമായിരിക്കില്ല, അത് തക്വീനിയായ ഇൽമുകളും കൂടിയായിരിക്കും. തക്വീനിയായ ഇൽമുകൾ മഹാനായ ഖിളർ അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയതുപോലെ 2 ഇൽമും കിട്ടും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അമലി രംഗത്ത് അങ്ങേയറ്റം ജാഗരൂകരാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇപ്പോഴേ നമ്മൾ നിയ്യത്ത് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, അമലുകൾ ചെയ്താൽ മാത്രം പോരാ, പഥ്യങ്ങളെ സൂക്ഷിക്കണം. ഇന്ന് അമലുകൾ ചെയ്യാൻ എല്ലാവരും തയ്യാറാണ്. നമസ്കരിക്കും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും, ഉംറ ചെയ്യും, ധാരാളം ഇബാദത്തുകൾ ചെയ്യും.
പക്ഷേ നാവിനെ സൂക്ഷിക്കുകയില്ല. ശരീരം വേണ്ട നിലയിൽ മറയ്ക്കുകയില്ല, ശറഅ് പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ നാവിനെ സൂക്ഷിക്കുകയില്ല, ചെവിയെ സൂക്ഷിക്കുകയില്ല, മൊബൈലുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കണ്ണുകളെ നമ്മൾ സൂക്ഷിക്കുകയില്ല. ഫോട്ടോ ഉള്ളവൻ്റെ വീട്ടിൽ മലക്കുകൾ കയറില്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി. ഇന്ന് തസ്വീറിൻ്റെ ലോകമാണ്, ഫോട്ടോകളുടെ ലോകമാണ്. പിശാചുക്കൾ എല്ലാ തരത്തിലും നമ്മളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഭാഗത്ത് അമലുകൾ ചെയ്യണം, പോഷകാഹാരം കഴിക്കണം, മറുഭാഗത്ത് പഥ്യങ്ങൾ സൂക്ഷിക്കണം. പഥ്യങ്ങൾ സൂക്ഷിക്കാതെയുള്ള പോഷകാഹാരങ്ങൾ ഫലം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, ഭയങ്കരമായ നാശങ്ങൾക്കത് കാരണമായി തീരും, ആരോഗ്യം നശിപ്പിക്കുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് മറുഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമതായി മുഴുവൻ പാപങ്ങളെ വർജിക്കണം. പാപങ്ങളെ വർജിക്കണം. എന്തിനാണ് പല്ലുകളുടെ ഉള്ളിൽ, ചുണ്ടുകളുടെ ഉള്ളിൽ നാവുകളെ അല്ലാഹു തആല ബന്ദോബസ്താക്കിയത് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ ഗൗരവം, പാപം അത്ര കഠിനമാണ്. അതുകൊണ്ട് അല്ലാഹു തആല വളരെ എളുപ്പത്തിൽ നാവിനെ ചലിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. കാരണം ഈ ദീൻ അമാനത്താണ്. ആ അമാനത്തിനെ സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു പറയുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നാവിനെ അങ്ങേയറ്റം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ, ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ നാവിനെ സൂക്ഷിക്കണം. നാവ് അങ്ങേയറ്റം അപകടകാരിയാണ്. അതുകൊണ്ട് പാപങ്ങളെ സൂക്ഷിക്കാത്തിടത്തോളം പ്രകാശമാകുന്ന ഇൽമ് ഒരിക്കലും നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ധാരാളം മീഡിയകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും മുസ്ലിം സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് യുവതി യുവാക്കളിൽ നിന്നും പാപങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കാരണം ഈ പ്രകാശമാകുന്ന ഇൽമ് ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്നില്ല. മിസ്ബാഹുകളുടെ മിഷ്കാത്തായി മാറാൻ അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് പാപങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ബന്ദോബസ്താക്കി വെച്ചത്, അത് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ പലതും ഉണ്ടാകാം. അതിൻ്റെ ദീനിയായ വശം എന്താണ്? ദീനാകുന്ന അമാനത്തിനെ സൂക്ഷിച്ച് സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ്. നാവിൻ്റെയും ഗുഹ്യഭാഗത്തിൻ്റെയും ആ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ എനിക്ക് ലമാൻ ഉത്തരവാദിത്വം നൽകിയാൽ, അത് സൂക്ഷിക്കാമെന്ന് നിങ്ങൾ കരാർ ചെയ്താൽ സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് ജാമ്യം നിൽക്കാമെന്ന് റസൂലുള്ളാഹി. അത്ര ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് നാവുകളെ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ കണ്ണിൻ്റെ പോളകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ശാസ്ത്രീയമായി പല പ്രയോജനങ്ങളുണ്ടാകാം. പക്ഷേ ദീനിയായി നമ്മൾ ചിന്തിക്കുമ്പോൾ കണ്ണിൻ്റെ അപകടം വലുതാണ്. കണ്ണിൻ്റെ അപകടം വലുതാണ്. ആദ്യം എന്ത് ചെയ്യും? കേൾക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് സ്ത്രീകളുടെ ശബ്ദം കേൾക്കരുത് എന്ന് പറയുന്നത്. ഞാൻ വിശദമായി ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. സ്ത്രീകളുടെ ശബ്ദം അവരുടെ ശരീരം എപ്രകാരം ഔറത്താണോ അതുപോലെ ഔറത്താണ്. അവരുടെ ശബ്ദം കേൾക്കാൻ പാടില്ല. നമ്മൾക്ക് വികാരമുണ്ടാകുമെങ്കിൽ, നമ്മളുടെ സമനില തെറ്റുമെങ്കിൽ ശബ്ദങ്ങൾ കേൾക്കാൻ പാടില്ല. ആട്ടലും പാട്ടലും. ഇന്ന് നമ്മളുടെ കല്യാണങ്ങൾ അവസ്ഥകൾ എടുത്തു നോക്കിയാൽ അതിനേക്കാൾ കല്യാണങ്ങളെ കൂടുതൽ തലാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്താണ് കാരണം? ആഭാസങ്ങളുടെ നിലവിളമായി കല്യാണങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭവിഷ്യത്തുകളും ദുരന്തഫലങ്ങളും സമൂഹം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഹറാമായ കാഴ്ച, അതിലൂടെ ഇബാദത്തിലുള്ള രസം നഷ്ടപ്പെടും, ഇബാദത്തിലുള്ള തൗഫീഖ് നഷ്ടപ്പെടും, ഇബാദത്തിലുള്ള രസം നഷ്ടപ്പെടും. അതുകൊണ്ട് കണ്ണിൻ്റെ പോളകൾ ഹറാമുകൾ കാണാതിരിക്കാൻ വേണ്ടിയാണ്, ഈച്ചകൾ കയറാതിരിക്കാൻ വേണ്ടിയല്ല. ഈച്ചയോ പാറ്റയോ പഴുതാരയോ കണ്ണിൽ കയറട്ടെ, അതിനേക്കാൾ ഗൗരവമാണ് പാപങ്ങൾ. അത് കയറി വിചാരിച്ച് നരകത്തിൽ പോകുകയില്ല. അതുകൊണ്ട് കണ്ണിൻ്റെ അപകടം വലുതാണ്. നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ഈമാനിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ആധുനികമായ ഉപകരണങ്ങൾ. ആ ഉപകരണങ്ങൾ നമ്മളുടെ മക്കളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനികളെ, നമ്മളുടെ മക്കളുടെ അവസ്ഥകൾ എവിടെയൊക്കെയാണ് എത്തിയിരിക്കുന്നത്? അവരിന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി മാറി. ആര്? യുവാക്കൾ മാത്രമല്ല, നമ്മളുടെ പെൺകുട്ടികൾ പോലും. നൂറുകണക്കിന് കഥകൾ ഇവിടെ ഇരുന്ന് പറയാൻ കഴിയും. ആ അവസ്ഥയിലേക്ക് നമ്മളുടെ പെൺകുട്ടികളെ മാറ്റിയെടുത്തത് യഥാർത്ഥത്തിൽ ഇത്തരം ഉപകരണങ്ങളാണെന്ന് മനസ്സിലാക്കി അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ വളരെ നിയന്ത്രണ വിധേയമാകണം. കത്തി ഉപകാരമുള്ളതാണ്, പക്ഷേ അത് പ്രയോഗിക്കാൻ കഴിയാത്ത കൊച്ചുകുട്ടികളുടെ കയ്യിൽ നമ്മൾ കൊടുക്കാറില്ല. ഉപയോഗമുള്ള പല സാധനങ്ങളുമുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയുന്നവർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എല്ലാവരും അത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഹറാമുകളിൽ നമ്മളെ കണ്ണുകളെ സൂക്ഷിക്കണം, നമ്മളുടെ ചെവികളെ സൂക്ഷിക്കണം, നമ്മളുടെ മുഴുവൻ അവയവങ്ങളെ സൂക്ഷിക്കണം. നമ്മളുടെ അതുപോലെ തന്നെ വസ്ത്രം മറയ്ക്കാൻ പറഞ്ഞത് എന്താണ്? ഗോപ്യസ്ഥാനങ്ങളുടെ അപകടം വലുതായതുകൊണ്ട് അല്ലാഹു തആല പ്രകൃതിപരമായി അതിനെന്തെങ്കിലുമൊക്കെ മറ സൃഷ്ടിച്ചാൽ അത് വിഷമുണ്ടാകുമെന്ന് മനസ്സിലാക്കി അതിനെ ബന്ദോബസ്താക്കി വെക്കാൻ പറഞ്ഞു. സ്ത്രീകൾ ഔറത്താണ്,
അവർ 100% മറയുടെ ഉള്ളിൽ ജീവിക്കേണ്ടവരാണ്. അലി റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള സഹാബാക്കൾ ഇരിക്കുന്ന സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായ കാര്യം എന്താണ്? സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായ കാര്യം എന്താണ്? സഹാബാക്കൾക്ക് മറുപടി പറയാനില്ലായിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹു ഉടനെ വീട്ടിൽ പോയി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ഫാത്തിമ, നിന്റെ ഉപ്പ ഒരു ചോദ്യം ചോദിക്കുകയാണ്, സ്ത്രീകൾക്ക് ഏറ്റവും ഹൈറായ കാര്യം എന്താണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, സ്ത്രീകൾക്ക് ഏറ്റവും ഹൈറായത് സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും ഒരു പുരുഷൻ കാണാതിരിക്കലും പുരുഷൻ്റെ ശരീരഭാഗം സ്ത്രീ കാണാതിരിക്കലുമാണ് ഏറ്റവും ഹൈറായത് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയും അലി റളിയല്ലാഹു തആല അൻഹു തിരിച്ചു വന്ന് മറുപടി പറയുകയും ചെയ്തപ്പോൾ, ഫാത്തിഹ എൻ്റെ കരളിൻ്റെ കഷ്ടമാണ്, അവൾക്കേ അത് പറയാൻ കഴിയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിനന്ദനം അറിയിച്ചു. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ ശരീരം ഇത് സ്വർഗത്തിൽ പോകാനുള്ളതാണ്, ഇത് അപരൻ കൊത്തിവലിക്കാനുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഫെമിനിസത്തിൻ്റെ കാലഘട്ടമാണ്, ഇസ്ലാമിനെ ആവശ്യമില്ലാതെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ വിമർശനത്തിന് മറുപടി പറയാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നില്ല. എല്ലാത്തിനും യുക്തിഭദ്രമായ ബൗദ്ധികമായ താത്വികമായ മറുപടികളുണ്ട്. ഇസ്ലാം ഒരിക്കലും അത് പരാജയപ്പെടുകയില്ല. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. ഹുജ്ജത്ത് കൊണ്ട് ഇസ്ലാമിന് മികച്ചു നിൽക്കാൻ കഴിയും. തെളിവുകൾ കൊണ്ട് ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും സമർത്ഥിക്കാൻ കഴിയും. ഇത് വിശ്വസിക്കാത്തവൻ ഇസ്ലാമിൻ്റെ പുറത്താണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ആരുടെ ഏതെല്ലാം നിലയിലുള്ള ആശയങ്ങളുണ്ടോ, ആരുടെ ഏതെല്ലാം നിലയിലുള്ള അവകാശവാദങ്ങളുണ്ടോ, അതിനെയൊക്കെ ഹുജ്ജത്ത് കൊണ്ട് തകർക്കാൻ ഇസ്ലാമിന് കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ പറയാണ്. അതിനകത്ത് കുഴപ്പമുണ്ട്, ഇതിനകത്ത് കുഴപ്പമുണ്ട്. ബഹുമാനികളെ, 6-ാം നൂറ്റാണ്ടിലെ ഖുർആൻ 21-ാം നൂറ്റാണ്ടിന് മാത്രമല്ല, വരാനിരിക്കുന്ന മുഴുവൻ നൂറ്റാണ്ടുകൾക്കും കാലിക പ്രസക്തമാണ്. എന്തുകൊണ്ട്? ഒറ്റ ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, മനുഷ്യന് വേണ്ടിയാണ് ഖുർആൻ, മനുഷ്യന് വേണ്ടിയാണ് ഹദീസ്. മനുഷ്യൻ എന്ത് മാറ്റമുണ്ടായി? മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നു അന്നും ഇന്നും, മനുഷ്യൻ വായ കൊണ്ട് സംസാരിക്കുന്നു അന്നും ഇന്നും, ചെവി കൊണ്ട് കേൾക്കുന്നു അന്നും ഇന്നും, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നു അന്നും ഇന്നും, കൈ കൊണ്ട് പിടിക്കുന്നു അന്നും ഇന്നും, കാല് കൊണ്ട് നടക്കുന്നു അന്നും ഇന്നും. മനുഷ്യൻ എന്ത് മാറ്റമുണ്ടായി? പിടിക്കാൻ കാലാണ് ഉപയോഗിക്കുന്നത്, കാണാൻ ചെവിയാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കുറേ വേഗത്തിൽ അവനൊരു സ്ഥലത്തെത്തുമായിരിക്കാം. അതുപോലെ തന്നെയുള്ള അവൻ്റെ പണ്ട് അരകല്ലിൽ അരച്ചുകൊണ്ടിരുന്നത് ഇന്ന് മിക്സിയിലായിരിക്കാം, കല്ലിൽ അടിച്ച് കഴുകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മറ്റുപകരണങ്ങളിലൂടെ കഴുകിയെടുക്കുന്നുണ്ടാവാം. മനുഷ്യന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ കണ്ണിനാണ് നിയമം, അവൻ്റെ കാലിനാണ് നിയമം, അവൻ്റെ കൈക്കാണ് നിയമം, അവൻ്റെ ചെവിക്കാണ് നിയമം, അവൻ്റെ തലച്ചോറിനാണ് നിയമം, അവൻ്റെ ഹൃദയത്തിനാണ് നിയമം, അവൻ്റെ സമ്പാദ്യ മാർഗങ്ങൾക്കാണ് നിയമം. കച്ചവടത്തിലൂടെ, കൃഷിയിലൂടെ, ഉദ്യോഗത്തിലൂടെ, തൊഴിലുകളിലൂടെ സമ്പാദിക്കുന്നു. സഹോദരങ്ങളെ, ഈ സമ്പാദ്യ മാർഗങ്ങളിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും 6-ാം നൂറ്റാണ്ടിലെ ഖുർആൻ എന്നും പ്രസക്തമാണ്. ഒറ്റ വാക്കിൽ ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക്, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ് നമുക്ക് ഇസ്സത്ത്. അപ്പോൾ ഇസ്ലാം അല്ലാത്തത് കൊണ്ട് ഇസ്സത്ത് നേടിയാൽ ശ്രമിച്ചാൽ, അത് സൗന്ദര്യം കൊണ്ടോ, അത് ആരോഗ്യം കൊണ്ടോ, അത് സമ്പത്ത് കൊണ്ടോ, അധികാരം കൊണ്ടോ, കുടുംബമഹിമ കൊണ്ടോ ഒന്നും ഇസ്ലാമിൽ ഇസ്സത്തില്ല. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ഇസ്സത്ത് കിട്ടും. അതാണ് മഹാന്മാരായ സഹാബാക്കൾ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരായ സഹാബാക്കളെ പറ്റി ശരിക്കും നമ്മൾ പഠിച്ച് അവരുടെ ജീവിതത്തെ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഹദീസിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. അൻ ബഹ്സ് ബിൻ ഹക്കീമിൻ അൻ അബീഹി അൻ ജദ്ദിഹി. ബഹ്സ് ബിൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസ് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. എവിടെ? ഫീ ഖൗലിഹി തആല കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. കുന്തും, നിങ്ങൾ ആയിരുന്നു, ഖൈറ ഉമ്മത്തിൻ, ഏറ്റവും ഉത്തമ സമൂഹമായിരുന്നു. പണ്ടായിരുന്നു എന്നുള്ളതിനർത്ഥം അല്ലാഹു തആല ആയിരുന്നു, ഗഫൂറായിരുന്നു, അല്ലാഹു തആല റഹീമായിരുന്നു. ഇസ്തിമ്രാറി മാത്രമല്ല, ദവാമി ഇസ്തിമ്രാറാണ്. എന്ന് പറഞ്ഞാൽ പണ്ടും അങ്ങനെയായിരുന്നു ഈ ഉമ്മത്ത്. ലൗഹുൽ മഹ്ഫൂദിൽ ഈ ഉമ്മത്ത് ഖൈർ ഉമ്മത്തായിരുന്നു.
ആദം നബി അലൈഹി സ്വലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലം വരെയുള്ള പ്രവാചകന്മാർ ഈ ഉമ്മത്തിനെ, അവരുടെ സമുദായത്തിന് പരിചയപ്പെടുത്തിയത് ഖൈർ ഉമ്മത്തായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും ഖൈർ ഉമ്മത്തായിരുന്നു. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ആ കാലഘട്ടത്തിലും ഇവർ ഖൈർ ഉമ്മത്തായിരുന്നു. ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്ത് ഖൈർ ഉമ്മത്താണ്, ഏറ്റവും ഉത്തമമായ സമൂഹമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ധാരാളമായ പ്രത്യേകതകൾ നൽകി. അള്ളാഹുവിൻ്റെ മുഴുവൻ ഗ്രന്ഥങ്ങളെയും അസാധുവാക്കാൻ പറ്റുന്ന പരിശുദ്ധ ഖുർആൻ നൽകി. അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെ അസാധുവാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നൽകി. മുഴുവൻ ഉമ്മത്തിനെയും അസാധുവാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിനെ അല്ലാഹു തആല നൽകി. വിശദമായ ചർച്ചകളുടെ ആവശ്യമുള്ള വാക്കുകളാണ് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ആദം നബി അലൈഹി സ്വലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള പ്രവാചകന്മാർ, അതിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ട്, ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാം ഉണ്ട്, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാം ഉണ്ട്, റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാം ഉണ്ട്. എല്ലാവരും സ്വർഗത്തിൻ്റെ വാതിലിൽ പോയി കാത്തു നിൽക്കുകയാണ് അകത്ത് കയറാൻ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൻ്റെ വാതിൽ മുട്ടും. സ്വർഗത്തിൻ്റെ വാതിൽ മുട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്, തങ്ങളുടെ ആ വാഹനത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് നടക്കുന്നത് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൻ്റെ വാതിൽ മുട്ടും. ആരാണെന്ന് ചോദിക്കും. ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി ഖാത്തമുൽ അംബിയായി അഷ്റഫുൽ മഖ്ലൂഖീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയും. സ്വർഗത്തെ കാക്കുന്ന മലക്ക് റിദ്വാൻ അലൈഹിസ്സലാം പറയും, നിങ്ങളുടെ മുട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, തുറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിക്കും. അതിനു പുറകെ മുഴുവൻ പ്രവാചകന്മാരും പ്രവേശിക്കും. അതിനുശേഷം ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള പ്രവാചകന്മാരുടെ ഉമ്മത്തുകൾ സ്വർഗവാതിലിൻ്റെ മുമ്പിൽ കാവൽ നിൽക്കും. ഈ ഉമ്മത്ത് കടന്നിട്ടല്ലാതെ ഒരു ഉമ്മത്തും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഒരു ഉമ്മത്തും പ്രവേശിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ. അതുകൊണ്ട് എന്നും ലൗഹുൽ മഹ്ഫൂദിലും ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും പല പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് മുഹാജിറുകളായ സഹാബാക്കളാണോ അൻസാരികളായ സഹാബാക്കളാണോ, അതല്ല ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ സഹാബാക്കളും താബിഈങ്ങളും തബഅ താബിഈങ്ങളുമാണോ? ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അവരേത് വഴിയിലൂടെ സഞ്ചരിച്ചോ, അഥവാ മിസ്ബാഹാകുന്ന മസാബിഹാകുന്ന ഹദീസുകളെ ജീവിതത്തിൽ പകർത്തി പരിശുദ്ധമായ ഖുർആനിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിച്ച മുഴുവൻ ആളുകളും കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമൂഹമാണ്. ഉത്തമ സമൂഹമാണെന്നല്ല, നിങ്ങൾ ഏറ്റവും ഉത്തമ സമൂഹമാണ്, ഏറ്റവും ഉത്തമ സമൂഹമാണ്. സ്വർഗത്തിൽ ഏതാണ്ട് 120 സഫുകൾ ഉണ്ടാകുമെന്നാണ് മഹ്ശറയിൽ. അതിൽ 80 സഫുകൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഫായിരിക്കും. 80 സഫുകൾ. അല്ലാഹു തആല നമ്മളെ അത്തരത്തിലുള്ള ആ സഹാബാക്കളുടെ യഥാർത്ഥ പിൻഗാമികളായി കബൂൽ ചെയ്യുമാറാകട്ടെ. പക്ഷെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? പാപങ്ങളിൽ നമ്മൾ പരിപൂർണമായി ഒഴിവാകണം. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, നിങ്ങൾ പാപങ്ങളെ സൂക്ഷിക്കണം, പാപങ്ങളെ സൂക്ഷിക്കണം, പാപങ്ങളെ സൂക്ഷിക്കണം. ഖുർആൻ തുടങ്ങുന്നത് തന്നെ എന്താണ്? അലിഫ് ലാം മീം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ല. പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. കൈക്കൂലി വാങ്ങരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഒരു പെണ്ണിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. പെണ്ണുങ്ങൾക്ക് അവരുടെ നഗ്നത മറയ്ക്കണം, പുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് പലതും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, അലിഫ് ലാം മീം മനസ്സിലാകാത്തതുപോലെ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പാപങ്ങളെ സൂക്ഷിക്കുന്നവർക്ക് ഇത് വഴികാട്ടും. പാപങ്ങളെ സൂക്ഷിക്കുന്നവർക്ക്. തഹജ്ജുദ് നമസ്കരിച്ചു, പക്ഷെ ബാങ്കിൻ്റെ മുമ്പിലാണ് അവൻ. പരിശുദ്ധമായ ഖുർആൻ ഓതി തസ്ബീഹ് മാലകൾ പിടിച്ചുകൊണ്ട്, പക്ഷേ അവൻ എന്താണ്? കൈക്കൂലിയുടെ പുറകിലാണ്. കള്ളവും ചതിവുമാണ്, വഞ്ചനയാണ്. ഈ ഖുർആൻ നിങ്ങൾക്ക് വഴി കാണിക്കുകയില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, പാപങ്ങളിൽ നിന്നും പരിശുദ്ധമായവർ. അവർക്കാണ് ഈമാൻ ബലപ്പെടുന്നത്, അവർക്കാണ് നമസ്കാരം ബലപ്പെടുന്നത്, അവർക്കാണ് സക്കാത്ത് ബലപ്പെടുന്നത്, അവർക്കാണ് മുൻഗാമികളുടെ ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും ബലപ്പെടുന്നത്. ഈ സമൂഹത്തിൻ്റെ പ്രവാചകരും പരിശുദ്ധ ഖുർആനും ബലപ്പെടുന്നത്.
അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, പാപം വളരെ ഗൗരവമാണ്, അമലുകളാണ് പ്രധാനമെന്ന് മനസ്സിലാക്കണ്ട. നേരത്തെ പറഞ്ഞു എല്ലാം അനുസരിച്ച് അമൽ ചെയ്യണം. രണ്ടാമത്തത് പാപങ്ങളിൽ നിന്ന് ഒഴിവാകണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ് വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അല്ലാഹുവിൻ്റെ ലദുനിയായ ഇൽമ് നിങ്ങൾക്ക് വേണോ? വഹബിയായ ഇൽമ് വേണോ? അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള വമൻ യൂതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അല്ലാഹുവിൻ്റെ ഹിക്മത്ത് വേണോ? അഥവാ ഒരു കൊലകൊമ്പൻ്റെ മുമ്പിലും നിങ്ങൾക്ക് പരാജയപ്പെടാതിരിക്കണോ? ഒരു യുക്തിയുടെ മുമ്പിലും ഒരു ശാസ്ത്രത്തിന് മുമ്പിലും നിങ്ങൾക്ക് തോൽക്കാതിരിക്കണോ? ഈ ഇൽമു വേണമെങ്കിൽ പാപങ്ങളിൽ നിങ്ങൾ, ഇന്നെല്ലാവർക്കും സംശയമാണ്. ഖുർആൻ സംശയം, ഹദീസ് സംശയം, എന്തിനാണ് നിയമങ്ങളൊക്കെ എന്ന് സംശയം. എന്തുകൊണ്ടാണ് ഈ സംശയം? പാപഭംഗിലമായ ജീവിതം. അതുകൊണ്ട് ആ പാപങ്ങളിൽ നിന്നും പരിപൂർണമായി നമ്മൾ ഒഴിയണം. മൂന്നാമത്തെ കാര്യം, നല്ലവരുമായി സഹവസിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. സഹാബാക്കൾ ഇത്ര വലിയ ഉയർന്ന അവസ്ഥയിലെത്തിയത് എങ്ങനെയാണ്? ധാരാളം സംഭവങ്ങളുണ്ട്. സഹാബാക്കൾ മാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലമായിട്ടുള്ള സഹവാസത്തിൻ്റെ പേരിൽ, ഈമാനോടുകൂടിയുള്ള സഹവാസത്തിൻ്റെ പേരിൽ എത്ര ഉയർന്ന അവസ്ഥയിലേക്ക് പോയി. ഈമാനോടുകൂടിയുള്ള സഹവാസത്തിൻ്റെ പേരിൽ സഹാബാക്കളെ കവച്ചു വയ്ക്കാൻ ആരുമില്ല. ലൈഫാണെങ്കിലും ഒരു ഹദീസ് പ്രകാരമുണ്ട്, അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അതുകൊണ്ട് നല്ലവരുമായി മാത്രം, നല്ലതുമായി മാത്രം പരിശുദ്ധ ഖുർആൻ നമ്മളുടെ വീടുകൾ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. പരിശുദ്ധ ഹദീസുകൾ നമ്മളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമ്മളുടെ ഈ ഹദീസുകൾ ഖുർആൻ പഠിച്ച പെൺകുട്ടികൾ എന്ത് ചെയ്യണം? വീട്ടിലുള്ളവരെല്ലാം കൂട്ടി പരിശുദ്ധ ഖുർആൻ ഓതണം, അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഹദീസുകൾ ഓതണം, അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കണം. വീട്ടിൽ അമലി മാഹവിലുണ്ടാവണം. അത്രയും മതി. ആഴ്ചയിൽ ഒരു ദിവസം പറ്റുമെങ്കിൽ പരിസരത്തുള്ള പെണ്ണുങ്ങളെ കൂട്ടി ശറഈന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ആണും പെണ്ണും ഇതിൽ ഉൾപ്പെട്ടു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുന്തും ഖൈറ ഉമ്മത്ത്. എന്താണ് നമ്മളുടെ ജോലി? എന്തിനാണ് നമ്മൾ അയച്ചത്? കച്ചവടത്തിന്, കൃഷിക്ക്, ഉദ്യോഗത്തിന്, കമ്പനികളും ഫാക്ടറികളും പണിതുയർത്താൻ, 1 വീട് 2 വീട് 10 വീട്, ലോകത്താരും നടത്താത്ത കല്യാണങ്ങൾ നടത്താൻ. ഇതിനാണ് നമ്മൾ അയച്ചത്. ഉഖ്രിജത് ലിന്നാസ്, ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, പ്രയോജനത്തിന് വേണ്ടി, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അവർക്ക് മാർഗദർശികളാകാൻ വേണ്ടി, വഴികാട്ടികളാകാൻ വേണ്ടി ഹദീസുകളാകുന്ന പ്രകാശങ്ങളെയും ഖുർആനാകുന്ന പ്രകാശങ്ങളെയും അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി, നന്മ പരത്താൻ വേണ്ടി മാത്രം അയക്കപ്പെട്ടവരാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രയോജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. ഏറ്റവും വലിയ നന്മ എന്താണ്? നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുക. ഫമൻ സുഹ്ദിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. സ്വന്തത്തോട് അംറു ബിൽ മഅറൂഫ് നഹീന അനിൽ മുൻകർ. വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. സ്വന്തത്തോട് പറയാൻ എളുപ്പമാണ്, സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്വന്തത്തോട് നമ്മൾ ഓരോരുത്തരും ഇബ്രാഹിമായി മാറണം. പിതാക്കന്മാർ, ഉമ്മമാർ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയായി മാറണം. എന്നാൽ മക്കൾ ഇസ്മായിലായി മാകും. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടാകും, അങ്ങനെയുള്ള സമൂഹങ്ങളുണ്ടാകും. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നവരായി മാർഗം. സ്വർഗം നമ്മളെ മാടി വിളിക്കും. നരകം നമ്മളെ അകറ്റിക്കളയും. അതുകൊണ്ട് അതാണ് നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം. ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഖൈറ ഉമ്മത്താകാൻ വേണ്ടി പരിശ്രമിക്കുക. ആരെ പോലെ? സഹാബാക്കളെ പോലെ. അന്തും തുത്തിമ്മൂന 70 ഉമ്മത്തൻ. നിങ്ങൾ 70 സമുദായങ്ങളെ പൂർത്തിയാക്കുന്നവരാണ്. ഇതിനു മുമ്പ് 70 സമുദായങ്ങൾ വന്നു പോയിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിൻ്റെ ബാഹ്യമായ അർത്ഥം. എന്നാൽ മഹാന്മാരായ മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നുണ്ട്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർക്ക് 70, 700, 7000, 70,000 സമൂഹങ്ങളുണ്ടാകാം. പിന്നെന്താണ് ഇവിടെ 70 എന്ന് പറഞ്ഞത്? അത് 70 എന്നുള്ളത് എണ്ണത്തെ കാണിക്കാൻ വേണ്ടിയല്ല, വണ്ണത്തെ കാണിക്കാൻ വേണ്ടിയാണ്. ധാരാളം സമൂഹങ്ങളെ നിങ്ങൾ പൂർത്തീകരിക്കുന്നവരായിരിക്കും. ധാരാളം സമൂഹങ്ങളെ. അല്ലെങ്കിൽ ചില മഹാന്മാർ പറഞ്ഞു 70 എന്ന് പറഞ്ഞത് ധാരാളം ഉമ്മത്തികളുള്ള, ധാരാളം അംഗങ്ങളുള്ള സമൂഹമാണ്. കൊച്ചു കൊച്ചു ഉമ്മത്തികൾ ധാരാളമായി വേറെ ഉണ്ട്, അവരെവിടെ പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവസാനത്തെ സമൂഹമാണ്.
അന്തും തുത്തിമ്മൂന സബഈന ഉമ്മ അന്തും ഖൈറുഹ, ഈ സമൂഹങ്ങളിൽ ഏറ്റവും ഖൈറായവർ, വാക്രമുഹ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയമായവർ, അലല്ലാഹി തആല, അള്ളാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ആദരണീയർ, ഏറ്റവും ഖൈറായവർ നിങ്ങൾ തന്നെയാണ്, അതായത് നമ്മൾ തന്നെയാണ്, സഹാബാക്കളുടെ പിൻതലമുറക്കാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആയിരക്കണക്കിന് പ്രത്യേകതകൾ മറ്റുള്ളവർക്കില്ലാത്ത ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. നമ്മളൊരു നല്ല കാര്യത്തിന് നീയത്ത് വെച്ചു, അമൽ ചെയ്യാൻ സാധിച്ചില്ല, അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകും. നീയത്തിൻ്റെ പേരിൽ മാത്രം കൂലി കിട്ടുന്ന ഒരു സമൂഹം, നീയത്തിൻ്റെ പേരിൽ മാത്രം കൂലി കിട്ടുന്ന ഒരു സമൂഹം. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു സമൂഹം. കടലിലെ മത്സ്യങ്ങൾ, അത് നമുക്കാണ് ആ ഭാഗ്യം. കടലിലെ മത്സ്യങ്ങൾ, അതുപോലെ തന്നെ കരയിലെ മുഴുവൻ മൃഗങ്ങളും, മുഴുവൻ സസ്യലതാദികളും, അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവകൾ, അള്ളാഹുവിൻ്റെ കോടിക്കണക്കായ മാലാകമാർ, അവർ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. ഈ മിസ്ബാഹ്, മസാബിഹ്, ഹദീസുകളാകുന്ന വിളക്കുകളെ നെഞ്ചിലേറ്റി അമലുകൾ നമ്മൾ ചെയ്താൽ, നമ്മൾ നടക്കുന്നത്, ആലിമത്തുകൾ നടക്കുന്നത് മലക്കുകളുടെ ചിറകിൻ്റെ താഴെയാണ്. അവർ അവരുടെ ചിറകുകളെ വിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. 3 ആശയങ്ങളാണതിന്. ഒന്ന്, അവർ ചിറക് വിരിച്ചു കൊടുത്ത് ആ ചിറകിലൂടെ തന്നെയാണ് നടക്കുന്നത്, നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ചിറകിലൂടെയാണ്. 2, അവർ ചിറകിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ മലക്കുകൾ എന്ത് ചെയ്യും? അവർക്ക് അവരുടെ മീതെ തണലിട്ട് കൊടുക്കും. അവർ പോകുന്ന വഴികളിലൊക്കെ അവരെ മലക്കുകൾ സംരക്ഷിക്കും. 3-മതൊരു അത്ഭുതപരമായ അർത്ഥം മഹാന്മാരായ മുഹദ്ദിസുകൾ വിശദീകരിച്ചു. അതായത് ഇവൻ്റെ ബറക്കത്തെടുക്കാൻ വേണ്ടി മലക്കുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് ഇവൻ്റെ തലയിൽ തലോടുമത്രേ. ഇത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ആയിരക്കണക്കിന് അങ്ങനെയുള്ള ഒരു ഉമ്മത്തിൽ ഉൾപ്പെടാൻ നമുക്ക് ഭാഗ്യം കിട്ടിയതിന് എങ്ങനെയാണ് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്? ആണുങ്ങളും പെണ്ണുങ്ങളും അവർ ശുക്ർ ചെയ്യേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ 6000-ഓളം വരുന്ന ഹദീസുകൾ ഈമാനിയത്തുമായി ബന്ധപ്പെട്ട്, ഇബാദത്തുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മുആശറയുമായി ബന്ധപ്പെട്ട്, മുആമലയുമായി ബന്ധപ്പെട്ട്, അഖ്ലാഖുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും ഈ ഹദീസുകളെ നമ്മൾ നെഞ്ചിലേറ്റാൻ തയ്യാറായാൽ സഹാബാക്കളെ പോലെ ഈ ലോകത്തും റളിയല്ലാഹു അൻഹും വറളു അൻഹു ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. ഈ സമൂഹത്തെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ പഠിച്ചവരും പഠിക്കാത്തവരും ഇവിടെ ഇരിക്കുന്നവരും എല്ലാവരും അവർ ഈ നിലയിൽ നമ്മളുടെ അറിവനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടി, പാപങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി, ശരീഅത്ത് എന്ത് നിർദ്ദേശിച്ചോ അതെൻ്റെ ഭൗതികമായ പാരത്രികമായ വിജയത്തിനു വേണ്ടി മാത്രമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, ഈ ഒരു സന്ദേശവുമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കും, അതനുസരിച്ച് അമൽ ചെയ്യും. പ്രത്യേകിച്ചും ഇൽമു പഠിച്ച ഇവിടെ നിന്നും ഹാഫിളത്തുകളായ, ആലിമത്തുകളായ മക്കളുടെ കുടുംബങ്ങളിൽ ദീനിയായ അന്തരീക്ഷം 100% ഉണ്ടാകണം. അല്ലെങ്കിൽ ഇൽമിനോട് കാണിക്കുന്ന വഞ്ചനയായിരിക്കും, ചതിവായിരിക്കും. അതുകൊണ്ട് പരസ്പരം നമ്മൾ സഹകരിച്ച് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, തങ്ങളുടെ സഹോദരിമാർ, തങ്ങളുമായി പലതരത്തിൽ ബന്ധമുള്ളവർ, തങ്ങളുടെ മക്കൾ, ഇവരെല്ലാം നമ്മളുടെ മാതൃകകളാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ, ഏറ്റവും പ്രഗത്ഭരായ 14 ആലിമത്തുകളായിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ. സഹാബാക്കൾ പോലും ഫത്വ ചോദിക്കുന്ന 14 ആലിമകളുടെ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒടുക്കത്തോടെ, അടക്കത്തോടെ അവർ പഠിക്കണം. പക്ഷേ ഇൽമു വന്നു കഴിഞ്ഞാൽ കിബറുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത് ഭയങ്കരമായ, ഇബ്ലീസിന് പറ്റിയത് ഏറ്റവും വലിയ അറിവാളിയായിരുന്നു, ഭയങ്കര അറിവായിരുന്നു, മലക്കുകളുടെ പോലും ഉസ്താദായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. അത്ര വലിയ അവൻ ഭൂമിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആകാശത്തേക്ക് ഉയർത്തിയത് അവൻ്റെ ഇൽമും വിവാഹത്തും കാരണമായിട്ടാണ്. പക്ഷേ അബ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ നഊദു ബില്ലാഹി മിൻ ദാലിക്. ഈ കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അഖ്ലാഖും കൂടി വിഷയമായി ഭവിക്കുന്നത്. അതുകൊണ്ട് മാതൃക വനിതകളായി, മാതൃക കുടുംബിനികളായി, മാതൃക സമൂഹത്തിൽ ജീവിക്കുന്നവരായി
നമ്മളുടെ ഈ സ്ഥാപനത്തിന് ഖിയാമത്ത് നാൾ വരെ യശസ്സുണ്ടാകുന്ന തരത്തിൽ നമ്മളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അതിൻ്റെ ഗുണങ്ങൾ ദുനിയാവിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും, ആഖിറത്തിലും അല്ലാഹു അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നൽകും. ലക്ഷക്കണക്കായ ആളുകളോടൊത്ത് നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലുള്ള ഒരു മഹാപ്രസ്ഥാനമായി ഈ പ്രസ്ഥാനത്തെ വളർത്തുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളെയും അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ നാൾക്ക് നാൾ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് അല്ലാഹു തആല എത്തിച്ച് ലോകത്തിൻ്റെ സന്മാർഗ ദീപങ്ങളായി, മിസ്ബാഹുകളുടെ മിഷ്കാത്തുകളായി ആണുങ്ങളെ പെണ്ണുങ്ങളെയൊക്കെ മാറ്റുന്ന ഒരു മഹാപ്രസ്ഥാനമായി അല്ലാഹു ഇതിനെ മാറ്റട്ടെ. ഇതിനെ പൂർണ്ണമായ നിലയിൽ കബൂൽ ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ആലിമത്തുകളാകുന്ന ആഫിലത്തുകളാകുന്ന പ്രിയപ്പെട്ട എൻ്റെ മക്കൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ പരമ്പരകളെ ഈ നിലയിൽ സഹാബാക്കളെ പോലെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാ നിലയിലുള്ള ഖൈറിൻ്റെ വഴികളും അല്ലാഹു തുറന്നു തരുമാറാകട്ടെ. ശറിൻ്റെ എല്ലാ വഴികളും അല്ലാഹു തആല അടച്ചു കളയുമാറാകട്ടെ. ഒന്നും കൂടി ഹദീസ് വായിക്കുകയാണ്. അൻ ബഹ്സ് ബിൻ ഹക്കീമിൻ അൻ അബീഹി അൻ ജദ്ദിഹി അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ ഖൗലിഹി തആല കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് ഖാല അൻതും തുതിമ്മൂന 70 ഉമ്മത്തൻ അൻതും ഖൈറുഹാ വഅക്രമുഹാ അലല്ലാഹി തആല. റവാഹു തിർമിദി وابن ماجه والدارمي وقال الترمذي هذا الحديث حسن. وآخر دعوتي أن الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم سلم على محمد وعلى آل سيدنا محمد. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد. اللهم تحنن على سيدنا محمد وعلى آل سيدنا محمد. اللهم ترحم على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت وترحمت وتحننت على إبراهيم وعلى آل إبراهيم وأصحابه وأتباعه وأحبائه وأعوانه وأشياعه وأنصاره أجمعين. جزاه الله عنا وعن أمته جزاء خيرا وافيا كافيا وافرا تاما كاملا يا أرحم الراحمين. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وأوردنا حوله المورود واحشرنا غدا تحت ظل لوائه المعبود. اللهم لا تحرمنا رؤيتك ورؤيته بذنوبنا وخطايانا بمحض فضلك وجودك ومنك وكرمك يا أكرم الأكرمين. اللهم وفقنا لما تحب وترضى حتى نلقاك واجعل آخرتنا خيرا من الأولى. رب ارحمهما كما ربياني صغيرا. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. Di